ഹായ് ഫ്രണ്ട്സ്, സ്റ്റഡി ആൻഡ് വിൻ PSC ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് IT ആൻഡ് സൈബർ ലോയിൽ വരുന്ന ടോപ്പിക്കായ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതിൽ തന്നെ ഇൻപുട്ട് ഡിവൈസസിനെ കുറിച്ചാണ്. എന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ക്ലാസ് എന്ന് പറയുന്നത് IT സബ്ജക്റ്റ് ആയിട്ട് വരുന്ന PSC എക്സാമുകളിലെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അതിനു മുമ്പേ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായി ഹാർഡ്വെയർ. എന്താണ് ഹാർഡ്വെയർ? ഫിസിക്കൽ കമ്പോണൻസ് ദാറ്റ് എ കമ്പ്യൂട്ടർ സിസ്റ്റം റിക്വയർസ് ടു ഫങ്ഷൻ. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായ ഫിസിക്കൽ കമ്പോണൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഹാർഡ്വെയർ. ഒന്നുമില്ല, നമ്മളിപ്പോ കമ്പ്യൂട്ടർ എടുക്കുമ്പോൾ അതിന്റെ എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, അതിൽ എന്തൊക്കെ നമുക്ക് തൊടാൻ പറ്റുന്നുണ്ട്, ഇത്തരത്തിലുള്ള ഭാഗങ്ങൾക്ക് പറയുന്ന പേരാണ് ഹാർഡ്വെയർ. അതായത് എന്തൊക്കെയാണ് എക്സാമ്പിൾസ് നോക്കൂ. കീബോർഡ്, മോണിറ്റർ, ഹാർഡ് ഡിസ്ക് ഡ്രൈവ്, ഫ്ലോപ്പി ഡിസ്ക് ഡ്രൈവർ, പ്രിന്റർ, പ്രോസസർ, മദർ ബോർഡ്, ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് തൊട്ടു നോക്കി മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങളാണ്, നമുക്ക് കാണാനും കഴിയും. അത്തരത്തിലുള്ളതാണ് എന്തെന്ന് പറയുന്നത് ഹാർഡ്വെയർ. ഫിസിക്കൽ കമ്പോണൻസ് ദാറ്റ് എ കമ്പ്യൂട്ടർ സിസ്റ്റം റിക്വയർസ് ടു ഫങ്ഷൻ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം പ്രവർത്തിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾക്ക് പറയുന്ന പേരാണ് ഹാർഡ്വെയർ. ഇനി ഇൻപുട്ട് ഡിവൈസസ്. All those hardware equipments that are used to enter data into the computer. എന്താണ് ഇൻപുട്ട് ഡിവൈസസ്? അതായത് നമ്മൾ ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഉപകരണങ്ങളെയും ചേർത്ത് പറയുന്നതാണ് ഇൻപുട്ട് ഡിവൈസസ്. അതായത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ്, കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നതിന് മുമ്പേ ഡാറ്റ അങ്ങോട്ട് കൊടുക്കുന്ന ഉപകരണങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് പറയുന്ന പേരാണ് ഇൻപുട്ട് ഡിവൈസസ്. ഏതൊക്കെയാണ് ഉദാഹരണങ്ങൾ? മൗസ്, കീബോർഡ്, സ്കാനർ, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്, OMR, OCR, MICR, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണം ഏത്? അങ്ങനെയൊക്കെ ചോദിക്കുക. അപ്പൊ എല്ലാ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. മൗസ്, കീബോർഡ്, സ്കാനർ, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്, OMR, OCR, MICR, ഇതെല്ലാം ഇൻപുട്ട് ഡിവൈസസിന് ഉദാഹരണങ്ങളാണ്. അടുത്തത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. കീബോർഡ്, അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. QWERTY keyboard is mostly used. അതായത് ഈ QWERTY എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ കീബോർഡിന്റെ ഒരു ചിത്രം നോക്കിയാൽ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടറിന്റെ കീബോർഡ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇടത്ത് നിന്ന് വലത്തേക്ക് ക്യൂയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. QWERTY എന്നിങ്ങനെ കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു ലെറ്ററിന്റെ ഓർഡർ ആയതുകൊണ്ടാണ് ഇതിന് നമ്മൾ എന്ത് പറയുന്നത്, QWERTY കീബോർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ആണ് കൂടുതലായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന കീബോർഡ്. ഈ ഒരു മോഡലിലുള്ള കീബോർഡാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കീബോർഡ് ഏത് തരത്തിൽ പെടുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പൊ പഠിച്ചു വെക്കുക, ഈ ആണ് കേട്ടോ, QWERTY. ഈ ഓർഡറിൽ വരുന്ന കീബോർഡാണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ കീബോർഡിൽ എന്തൊക്കെ വരും? ന്യൂമറിക് കീബോർഡ് അല്ലെ, അതായത് നമ്മളുടെ അക്കങ്ങൾ കണ്ടിട്ടില്ലേ, 1 മുതൽ 9 വരെയുള്ള, അപ്പൊ അത് എന്തിൽ വരുന്നുണ്ട്? ന്യൂമറിക് കീബോർഡ്. പിന്നെ നാവിഗേറ്റർ കീസ്, നിങ്ങൾ ആരോട്ട കീസ്, അതുപോലെ ചില ചിഹ്നങ്ങളൊക്കെ കണ്ടിട്ടില്ലേ, അതിനാണ് എന്ത് പറയുന്നത്? നാവിഗേറ്റർ കീസ് എന്ന് പറയുന്നത്. പിന്നെ ഫങ്ഷൻ കീസ്. ഫങ്ഷൻ കീസ് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, F1 മുതൽ അങ്ങോട്ട് ഇങ്ങനെ കാണാം, F1, F2, F3 എന്ന് പറഞ്ഞിട്ട്. അതിനാണ് എന്ത് പറയുന്നത്? ഫങ്ഷൻ കീസ് എന്ന് പറയുന്നത്. ഇനി മോഡിഫയർ കീസ്, കൺട്രോൾ, ആൾട്ട്, ഷിഫ്റ്റ്. അപ്പൊ നിങ്ങളോട് ചോദിക്കും, താഴെ തന്നിരിക്കുന്നവയിൽ മോഡിഫയർ കീക്ക് ഉദാഹരണം ഏത്? അപ്പൊ ഇതെന്തായാലും പഠിച്ചു വെക്കുക. കൺട്രോൾ, ആൾട്ട്, ഷിഫ്റ്റ്, ഇതെല്ലാം മോഡിഫയർ കീസിന് ഉദാഹരണങ്ങളാണ്. ഇനി ടോഗിൾ കീസ് ഏതൊക്കെയാണ്? ക്യാപ്സ് ലോക്ക്, സ്ക്രോൾ ലോക്ക്, നമ്പർ ലോക്ക്. എനിക്ക് തോന്നുന്നു ഇത് മുമ്പ് ഒരിക്കൽ ചോദിച്ചതാണ് കേട്ടോ, എനിക്കൊരു ഓർമ്മയുണ്ട് ചോദിച്ചതായിട്ട്. നമ്മൾ ഡിസ്കസ് ചെയ്ത 5 ക്വസ്റ്റ്യനിലും വരുന്നില്ല, പക്ഷെ ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇത് ചോദിച്ചതാണ്. അപ്പൊ ടോഗിൾ കീസിന് ഉദാഹരണമാണ് ക്യാപ്സ് ലോക്ക്, സ്ക്രോൾ ലോക്ക്, നമ്പർ ലോക്ക്. അപ്പൊ ഇതിനൊക്കെയുള്ള ഉദാഹരണങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. ഇതാണ് ചോദിക്കുക, താഴെ തന്നിരിക്കുന്നവയിൽ ടോഗിൾ കീസിന് ഉദാഹരണം ഏത്? ഇങ്ങനെ ചോദ്യം വരും. അപ്പൊ പഠിച്ചു വെക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കീബോർഡിനെ പറ്റി നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തത് നോക്കാം, മൗസ് ഫീച്ചേഴ്സ്.
uses to point and access items on computer and control the cursor or pointer on the computer screen. Mouse can have 2 or 3 buttons. അപ്പോൾ ഇതാ ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി തന്നെ, ഇതിനാണ് മൗസ് ഉപയോഗിക്കുന്നത് അല്ലേ? എന്തിന്? ഇങ്ങനെ ഇപ്പൊ മൗസ് എന്നുള്ള വാക്ക് എൻ്റെ അടിയിൽ എനിക്കൊന്ന് സൂചിപ്പിക്കണം അല്ലെ, ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കേഴ്സറിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, കൺട്രോൾ ദ കേഴ്സർ, ഈ കേഴ്സറിനെ നിയന്ത്രിക്കാൻ അല്ലെ. ഇവിടെ കൊണ്ടുപോയി ക്ലിക്ക് ചെയ്യാം, സോറി അപ്പോൾ നമ്മൾ ചെയ്തത് കുറച്ചുകൂടി പോയി. അപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. മൗസ് ക്യാൻ ഹാവ് 2 or 3 ബട്ടൺസ് എന്നും പറയുന്നുണ്ട് അല്ലെ. അപ്പോൾ യൂസസ് ടു പോയിന്റ് ആൻഡ് ആക്സസ് ഐറ്റംസ് ഓൺ കമ്പ്യൂട്ടർ ആൻഡ് കൺട്രോൾ ദ കേഴ്സർ ഓർ പോയിന്റർ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ. എങ്ങനെയാണ് മാറ്റുന്നത് ഇപ്പൊ ശരിക്കും മനസ്സിലായല്ലോ അല്ലെ. ഇപ്പൊ ഞാൻ എന്നോട് തട്ടിപ്പോയപ്പോ തന്നെ എങ്ങോട്ട് പോയി, കുറച്ച് ബാക്കോട്ടേക്ക് പോയി, ഇതിന്റെ സ്ലൈഡ് ഷോ സെറ്റിംഗ്സ് മാറി അല്ലെ. അപ്പോൾ സ്ക്രീനിൽ എന്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, കേഴ്സറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൗസ് ഉപയോഗിക്കുന്നത്. ഇനി 2 or 3 ബട്ടൺസ് ഇതിന് കാണും. ഈ നെക്സ്റ്റ് വരുന്നതാണ് ടച്ച് പാഡ്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പോയിന്റിംഗ് ഡിവൈസസ് ലൈക്ക് മൗസ് ഇൻ ലാപ്ടോപ്സ്. അതായത് നമ്മൾ ലാപ്ടോപ്പിലൊക്കെ പോയിന്റിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് മൗസിന്റെ ഉപയോഗം തന്നെയാണ് ടച്ച് പാഡിനും. പക്ഷെ നിങ്ങൾ കണ്ടിട്ടില്ലേ ലാപ്ടോപ്പിലൊക്കെ നമ്മൾ കൈന്റെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ നീക്കി കൊണ്ടുവന്ന കേഴ്സർ, അപ്പൊ അതിനാണ് ടച്ച് പാഡ് എന്ന് പറയുന്നത്. പിന്നെ ഇത് എന്തിനു സഹായിക്കും? അതായത് കൈയൊക്കെ ഇളക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് കേഴ്സറിനെ മൂവ് ചെയ്യാൻ എന്ത് സഹായിക്കും? ടച്ച് പാഡ് സഹായിക്കും. പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഇൻ മൂവിംഗ് ഹാൻഡ് ക്യാൻ യൂസ് ഈസിലി. നെക്സ്റ്റ് സ്കാനർ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സ്കാനറിനെ കുറിച്ചാണ്. ട്രാൻസ്ഫർ പ്രിന്റഡ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് ടു എ കമ്പ്യൂട്ടർ. അപ്പോൾ സ്കാനറിന്റെ ഉപയോഗം എന്താ? അതായത് നമ്മളുടെ കയ്യിൽ ഇപ്പൊ ഒരു ഫോട്ടോ ഉണ്ട്, അതിപ്പോ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കണം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കണം. അപ്പം നമ്മളിപ്പോ ഫോട്ടോ എടുത്തൊക്കെ കാണിക്കും, പക്ഷെ കുറച്ചു മുമ്പ് വരെ നമ്മൾ എന്താ ചെയ്തിരുന്നെന്ന് വെച്ചാൽ സ്കാനറിൽ ഇടും അല്ലെ. അപ്പൊ സ്കാനറിൽ ഇട്ടിട്ട് ആ ഒരു ഇമേജ് നമ്മൾ എന്തായി, നമ്മളെ കയ്യിലുള്ള ഹാർഡ് കോപ്പി അല്ലെ പേപ്പർ എന്തായി, പേപ്പറിനെ ഫോട്ടോ ആക്കി മാറ്റും എന്ത്, സ്കാനർ. എന്നിട്ട് ആ ഫോട്ടോ ആണ് അയക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ട്രാൻസ്ഫർ പ്രിന്റഡ് ടെക്സ്റ്റ് ആൻഡ് ഇമേജസ് ടു എ കമ്പ്യൂട്ടർ. അതായത് പ്രിന്റഡ് ടെക്സ്റ്റും അതേപോലെ ഇമേജസും ഒക്കെ നമ്മൾ ഡിജിറ്റൽ ഫോമിലേക്ക് അല്ലെ കമ്പ്യൂട്ടറിന്റെ ഫോമിലേക്ക് മാറ്റുകയാണ് എന്ത് ചെയ്യുന്നത്? സ്കാനർ ചെയ്യുന്നത്. 3 types of scanners are flatbed type, drum type, portable type. അപ്പൊ നിങ്ങളോട് ചോദിക്കുക എങ്ങനെയായിരിക്കും? ഫ്ലാറ്റ് ടൈപ്പ് ഈസ് എ ഡാഷ്, എന്താണ്? സ്കാനർ ആണ്. അതുപോലെ ഡ്രം ടൈപ്പ് എന്താണ്? സ്കാനർ ആണ്. അതുപോലെ പോർട്ടബിൾ ടൈപ്പ് ഇതിൽ വരുന്നുണ്ട്, സ്കാനറിൽ വരുന്നു. പോർട്ടബിൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എടുത്തു കൊണ്ടുപോയി മാറ്റി വെക്കാൻ പറ്റിയത്, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പൊ ഫ്ലാറ്റ് ബെഡ് ടൈപ്പ്, ഡ്രം ടൈപ്പ്, പോർട്ടബിൾ ടൈപ്പ് ഒക്കെ ഏതിൽ വരുന്നുണ്ട്? സ്കാനറിൽ വരുന്നുണ്ട്. അടുത്തതാണ് ജോയ്സ്റ്റിക്. അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. യൂസസ് ടു പ്ലേ കമ്പ്യൂട്ടർ ഗെയിംസ്. അതായത് കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നവരുടെ കയ്യിൽ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ അതിന്റെ ചിത്രം, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ ഒരു എന്താ പറയാ ആ ഒരു സ്റ്റിക്കാണ്, അത് എന്തിനോട് ഒരു പ്ലാറ്റ്ഫോമിനോട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിങ്ങനെ തിരിക്കുകയും വളയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, നമുക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗെയിം കളിക്കുമ്പോൾ വണ്ടിയിലൊക്കെ പോകുന്നൊക്കെ കാണിക്കുന്നില്ലേ, അപ്പൊ അല്ലെങ്കിൽ അങ്ങനെ മൂവ് ചെയ്യുന്നില്ലേ സ്ക്രീനിൽ, അപ്പൊ അതൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. Uses to play computer games. Stick is connected to a platform which can be moved in all directions. എല്ലാ ദിശയിലേക്കും തിരിക്കാൻ പറ്റുന്നു, അതൊരു പ്ലാറ്റ്ഫോമിനോട് കണക്ട് ചെയ്തിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ജോയ്സ്റ്റിക്. അപ്പൊ ചോദിക്കുക ജോയ്സ്റ്റിക് എന്തിനു ഉപയോഗിക്കുന്നു എന്നാണ്. എന്തിനാണ്? നമ്മൾ കമ്പ്യൂട്ടർ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ജോയ്സ്റ്റിക് ഉപയോഗിക്കുന്നത്. ഇനി ബാർകോഡ് റീഡർ. എ മെഷീൻ വിച്ച് ക്യാൻ റീഡ് ബാർകോഡ് ഫോർ സ്റ്റോക്ക് കൺട്രോൾ. നമ്മൾ ഇപ്പോൾ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിക്കറിന്റെ മുകളിൽ ബാർകോഡ് ഉണ്ടാവും അല്ലെ. നമ്മളിപ്പോൾ തുണിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ ബാർകോഡ് ഉണ്ടാവും. അപ്പോൾ അവിടേക്ക് നമ്മൾ ബില്ലാക്കാൻ കൊടുക്കുന്ന സമയത്ത് അവരൊരു മെഷീൻ വെച്ച് ആ ബാർകോഡ് റീഡ് ചെയ്യും. അതാണ് ബാർകോഡ് റീഡർ. അപ്പൊ എന്തിനാണ്? സ്റ്റോക്ക് കൺട്രോളിന് വേണ്ടിയിട്ടാണ് ബാർകോഡ് റീഡർ ഉപയോഗിക്കുന്നത്. അടുത്തത് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. Reads mark in predetermined places on specially prepared card, specially used in multiple choice questions. അപ്പോൾ ഇവിടെ നോക്കുക, OMRനെ പറ്റി നമ്മൾ പ്രത്യേകം പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ PSC എക്സാമുകൾ എഴുതുന്നില്ല OMR ഷീറ്റിലാണ് അല്ലേ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്?
reads mark in predetermined places on specially prepared cards. അതായത് പ്രത്യേകം തയ്യാറാക്കിയ കാർഡുകളിൽ എന്താണ് നമ്മൾ മാർക്ക് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ മാർക്ക് റീഡ് ചെയ്യുന്ന ഉപകരണമാണ് OMR. നമ്മളെ OMR ഷീറ്റ് ആണ് ഇവിടെ പറഞ്ഞ സ്പെഷ്യലി പ്രിപ്പയർഡ് കാർഡ്. അപ്പൊ അതിൽ നമ്മൾ മാർക്ക് ചെയ്യും നമ്മുടെ മാർക്ക്. അത് റീഡ് ചെയ്യുന്ന ഉപകരണമാണ് OMR, ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ഫുൾ ഫോം പഠിച്ചു വെക്കണം, ചിലപ്പോൾ ചോദിക്കും. പിന്നെ സ്പെഷ്യലി യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അതറിയാലോ, നമ്മളിപ്പോൾ എക്സാമിനല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ സ്പെഷ്യലി യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. അടുത്തത് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ MICR. ഫുൾ ഫോം പഠിക്കണേ, ചോദിക്കും. യൂസസ് സ്പെഷ്യൽ ഇങ്ക് ടു റൈറ്റ് നമ്പേഴ്സ് വിത്ത് കോഡഡ് മാഗ്നറ്റിക് ഇങ്ക്. ദിസ് ഇങ്ക് കണ്ടെയ്ൻസ് റിട്ടൺ നമ്പേഴ്സ് മാഗ്നറ്റിക്കലി. യൂസസ് ഇൻ ചെക്സ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്. അതായത് നമ്മൾ ചെക്ക് എടുത്തു കഴിഞ്ഞാൽ, ബാങ്കിൽ നിന്ന് തരുന്ന ചെക്ക് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്പേഴ്സ് കാണുന്നില്ലേ, അതൊരു മാഗ്നറ്റിക് ഇങ്ക് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒരു പ്രത്യേക കോഡ് വെച്ച് ചെയ്യുന്നതാണ്. അപ്പൊ അത് റീഡ് ചെയ്യുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്, മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. അപ്പോൾ മനസ്സിലായല്ലോ എവിടെയാണ് MICR ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കും. എവിടെയാണ്, ചെക്സ് ഇഷ്യൂഡ് ബൈ ബാങ്ക്സ്, അതിൽ ഉപയോഗിക്കുന്നതാണ് മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റീഡർ. അപ്പോൾ ബാങ്കുകളിലാണ് ഉപയോഗിക്കുന്നത്. ഇനി ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ OCR, a technology that enables you to convert different types of documents such as scanned paper documents, PDF files or images captured by a digital camera into editable and searchable data. അതായത് നമ്മൾ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡോക്യുമെന്റ്സ് സച്ച് ആസ് സ്കാൻഡ് പേപ്പർ ഡോക്യുമെന്റ്സ് അല്ലെ, സ്കാൻ ചെയ്ത് നമ്മൾ നേരത്തെ സ്കാനറിന്റെ ഉപയോഗം പറഞ്ഞല്ലോ. അപ്പൊ സ്കാൻഡ് പേപ്പേഴ്സ്, അതുപോലെ PDF ഫയൽസ് അല്ലെ, പിന്നെ ഇമേജസ് ഒക്കെ ഉണ്ടാവില്ല, നമ്മളിപ്പം ക്യാമറ വെച്ച് ക്യാപ്ചർ ചെയ്ത ഇമേജസ് ഒക്കെ. അപ്പൊ എന്താണ്, അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ സെർച്ച് ചെയ്യാൻ പറ്റിയ ഡാറ്റയൊക്കെ ആക്കി മാറ്റാൻ ഉപയോഗിക്കുന്നതാണ് OCR. എന്താണ്, നമ്മൾ സ്കാൻ ചെയ്ത ഡോക്യുമെന്റോ അല്ലെങ്കിൽ PDF ഫയലോ ഒക്കെ നമുക്ക് എഡിറ്റബിൾ ആക്കി, എഡിറ്റ് ചെയ്യാൻ പാകമാക്കാൻ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ OCR. മനസ്സിലായല്ലോ. അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇൻപുട്ട് ഡിവൈസസ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സുമായി ഉടൻ തന്നെ കാണാം. താങ്ക് യു.